മുഖ്യമന്ത്രിയുടെ പിതാവിനും വടക്കാഞ്ചേരി CI KU ഷാജഹാനുമെതിരെ അധിക്ഷേപ പ്രസംഗവുമായി KSU നേതാവ്. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് വിവാദ പ്രസംഗം നടത്തിയത്. മുഖ്യമന്ത്രിയല്ല, പിതാവ് കോരൻ വന്ന് പറഞ്ഞാലും വടക്കാഞ്ചേരി CI തെരുവിൽ നേരിടുമെന്ന് ഗോകുൽ. ഷാജഹാൻ കാക്കി ഊരിയാൽ അന്ന് അവസാനമായിരിക്കുമെന്നും ഗോകുൽ. നീ ഭൂമിയുടെ ഏത് കോണിൽ പോയി ഒളിച്ചാലും പിണറായി വിജയനെ കാലിനടിയിൽ അഭയം പ്രാപിച്ചാലും പൊന്നുമോനെ വീണ്ടും വീണ്ടും പറയുക, നീ ആ കാക്കി ഊരി എന്ന് ഇറങ്ങുന്നുവോ അന്ന് നിന്റെ മയ്യത്ത് കവറിൽ ഞങ്ങൾ പൂക്കൾ അർപ്പിച്ചിരിക്കും. ഈ കാക്കിയാണല്ലോ അവര് സംരക്ഷണം കൊടുക്കുന്നത്. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറയുന്ന കുറ്റകൃത്യങ്ങളാണല്ലോ ചാർത്താൻ പോകുന്നത്. എന്ന് മോനെ നീ ആ കാക്കിന്ന് ഊരിന്ന് ഇറങ്ങിയെന്നോ അന്ന് നിന്റെ അവസാനമാണ്. അത് നീ ഓർത്തു വെച്ചോ. ജില്ലാ KSU കമ്മിറ്റി പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാ പറയണേ. നിന്റെ കുടുംബത്ത് പോയാലും മോനെ നിന്നെ ഞങ്ങൾ വിടുന്നെന്ന് വിചാരിക്കണ്ട. നടരാജുണ്ട് വിവരങ്ങൾ നൽകാനായി. നടരാജ, ഈ അധിക്ഷേപ പരാമർശത്തിൽ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ. അല്പസമയം മുമ്പാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU മാർച്ച് നടത്തിയത്. മുഖം മൂടി ധരിപ്പിച്ചുകൊണ്ടും കയ്യാമം വെച്ചുകൊണ്ടും KSU പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി CI ഷാജഹാൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതിനെതിരെയായിരുന്നു KSUവിന്റെ മാർച്ചിൽ സംഘർഷം ഉണ്ടായി. വലിയ രീതിയിലുള്ള സംഘർഷം തന്നെ ഉണ്ടായി. ഈ മാർച്ചിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് തൊട്ട് മുമ്പാണ് KSU നേതാവിന്റെ അധിക്ഷേപ പരാമർശം എന്ന് പറയാം. മുഖ്യമന്ത്രിയുടെ പിതാവിനും വടക്കാഞ്ചേരി CI KU ഷാജഹാനുമെതിരെയായിരുന്നു അധിക്ഷേപം. മുഖ്യമന്ത്രി എന്ന പിതാവ് കോരമെന്ന് പറഞ്ഞാലും വടക്കാഞ്ചേരി CIയെ തെരുവിൽ നേരിടുമെന്ന് ഗോകുൽ ഗുരുവായൂർ പറഞ്ഞു. KU ഷാജഹാൻ എവിടെ പോയി ഒളിച്ചാലും നേരിടും. ഷാജഹാൻ കാക്കിയൂരിയാൽ ഷാജഹാന്റെ അവസാനമായിരിക്കുമെന്നും ഗോകുൽ ഗുരുവായൂർ പറയുന്നുണ്ട്. തുടർച്ചയായി അധിക്ഷേപ പരാമർശങ്ങൾ ഷാജഹാനെതിരെ നടത്താനും ഗോകുൽ ഗുരുവായൂർ മറന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ശക്തമായ രീതിയിൽ CIയെ വിമർശിക്കാനും KSU നേതാവ് തുനിഞ്ഞു. നേരത്തെ തന്നെ ഷാജഹാൻ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ച് കേസിൽ കൊടുക്കുകയാണ്, മോശമായി പെരുമാറുകയാണെന്ന ആരോപണം കോൺഗ്രസിലുണ്ട്. അതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസത്തെ വടക്കാഞ്ചേരിയിലെ സംഭവത്തെയും ഇവർ കാണുന്നത്. കുന്നംകുളം മർദ്ദനം നടക്കുന്ന സമയത്തും അവിടെ CI ആയിരുന്നതും ഷാജഹാനാണ്. ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാണ് ഷാജഹാനെതിരെ കോൺഗ്രസ് രംഗത്തിറങ്ങുന്നത്. എന്തായാലും അധിക്ഷേപ പരാമർശത്തിന് പിന്നാലെയാണ് മാർച്ച് ശക്തമായി മുന്നേറിയതും പോലീസ് ജലവിരങ്കി പ്രയോഗിച്ചതും പിന്നീട് കണ്ണീർ വാതക പ്രയോഗത്തിലേക്ക് വരെ കാര്യങ്ങൾ പോയതും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതും. ശരി, നടരാജാണ് വിവരങ്ങൾ നൽകിയത്.